ഹായ് ഹലോ, നമുക്കിന്നൊരു മലബാർ സ്റ്റൈൽ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു കുക്കറിലേക്ക് 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിലേക്ക് ഇതാ ഞാനൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. അതിലേക്ക് ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, അതുകൊണ്ട് ഞാനിപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു 4 വിസിൽ വെച്ച് പിന്നെ അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 വലിയ സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലുള്ള ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്കൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി കുറഞ്ഞ
തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളവും കൂടെ ചേർത്താണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇത് ഇങ്ങനെ കിടന്നൊന്ന് വേവണം കേട്ടോ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് അതിന് അനുസരിച്ച് പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിലേക്കുള്ള ചോറൊന്ന് എടുക്കണം. അതിനായിട്ട് ഞാനിതാ ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3/4 കിലോ കൈമ റൈസാണ് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു 3/4 വേവാകുന്ന സമയത്ത് നമ്മൾ ആ വെള്ളത്തിൽ നിന്നത് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ക്യാമറ ഓഫായി പോയിട്ടുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 20 മിനിറ്റ് ബീഫ് വേവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മുകളിലൂടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലൂടെ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിയിലയും ഏലക്കായ, പട്ട, ഗ്രാമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഓയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി അതെല്ലാം കൂടെ മുകളിലൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ കൂടി അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്, ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, മറക്കരുത്.